ശ്രീമന്നാരായണീയം ദശകം 16 നാരായണ അവതാരവും ദക്ഷയാഗവും. ശ്ലോകം 7. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അലേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈക്കില മോഹമാഭു. ദത്താം ത്വയാ ജഹൃഹുസ്ത്രഭയൈവ സർവസർവാസി ഗർവശമനിം തുനരുർവശീം താം. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, ഇവിടെ നരനാരായണന്മാരുടെ തപസ്സിളക്കാനായിട്ട് ഇന്ദ്രൻ പറഞ്ഞയച്ച കാമദേവനും കാമദേവന്റെ കൂടെ അപ്സര സ്ത്രീകളും വസന്തവും മലയപർവ്വതത്തിൽ നിന്നും വരുന്ന കാറ്റും എല്ലാവരും കൂടി പരിശ്രമിച്ചിട്ടും യാതൊരു ഇളക്കവും അവർക്ക് തട്ടാതിരുന്നപ്പോൾ വല്ലാതെ ഭയപ്പെട്ടു. അപ്പോ ഭഗവാന്റെ അവതാരമായ അംശാവതാരമായ നാരായണ മുനി അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ ഭയപ്പെടണ്ട, ഇവിടെ വച്ച് നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്, അതിനെ സ്വീകരിച്ചാലും. എന്നിട്ട് തന്നെ പരിചരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ സുന്ദരിമാരായ ദാസിമാരെ കാണിച്ചു കൊടുത്തു, തന്നെ സ്തുതിച്ചു കൊണ്ട് നിൽക്കുന്ന അവരെയെല്ലാം. തേ അവിടുത്തെ സമ്മോഹിപ്പിക്കുവാൻ മിളിത കൂടിച്ചേർന്നു വന്ന മദനാദയ കാമദേവൻ മുതലായവർ. ഇവിടെ ഭഗവാനെ മോഹിപ്പിക്കുവാനായിട്ട് കൂടിച്ചേർന്നു വന്ന ആ കാമദേവൻ, അപ്സര സ്ത്രീകള്, വസന്തം, മലയപർവ്വതത്തിൽ നിന്ന് വന്ന കാറ്റ് മുതലായവര്, ത്വത് ദാസിക പരിമളൈ, ത്വത് അങ്ങയുടെ ദാസിക ദാസിമാരുടെ, ചുറ്റും നിന്ന് പരിചരിക്കുന്ന ആ ദാസിമാരുടെ പരിമളൈ സുഗന്ധത്താൽ മോഹം നാബുക്കില, മോഹത്തെ പ്രാപിച്ചു പോലും. ഇവിടെ ഭഗവാന്റെ തപസ്സിനെ ഇളക്കാൻ, ഭഗവാനെ മോഹിപ്പിക്കുവാനായിട്ടാണ് ഇവരെല്ലാം കൂടി കൂട്ടുചേർന്ന് കാമദേവന് ഇവിടെ ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എത്തിയത്. പക്ഷേ ഇവിടെ നരനാരായണന്മാരുടെ അടുത്ത് അവരെ പരിചരിച്ചു കൊണ്ട് നിൽക്കുന്ന ദാസിമാരുടെ ആ പരിമളം, അവരുടെ ദേഹത്തു നിന്നും വരുന്ന ആ സുഗന്ധം കിട്ടിയപ്പോൾ, ആസ്വദിച്ചപ്പോൾ എല്ലാവരും മോഹത്തെ പ്രാപിച്ചു. ഇവരാണ് മോഹിച്ചു പോയത്, മോഹിപ്പിക്കാൻ വന്നവരാണ് ഇവിടെ മോഹിച്ച് പോയത്. ശ്രീനാരായണ മഹർഷിയെ തോൽപ്പിക്കാൻ വന്നവര് തോറ്റ് നാണം കെട്ട് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. പിന്നീട് അനന്തരം പിന്നെ ത്വയാ അവിടുന്ന് ദത്താം സമ്മാനിച്ച, കൊടുത്ത, സർവസ്വർവാസി ഗർവശമനീം എല്ലാ ദേവസുന്ദരിമാരുടെയും, സർവാസി എല്ലാ ദേവസുന്ദരിമാരുടെയും ഗർവം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ അഹങ്കാരം, അവർക്ക് സൗന്ദര്യമുണ്ട് എന്നുള്ള അവരുടെ ആ അഹങ്കാരം ശമനീം നശിപ്പിക്കുന്ന, താം ആ ഉർവശിയെ ത്രപയായി, ഇവിടെ ത്രപയോടെ, അതായത് ലജ്ജയോടുകൂടി തന്നെ ജഹൃഹു ച സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ ശ്രീനാരായണ മഹർഷി തൻ്റെ തുടയിൽ നിന്ന്
ഉർവശി എന്നു പേരുള്ള സുന്ദരിയെ സൃഷ്ടിച്ചു. തുടയിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഉർവശി എന്ന് പേരായത്. അതിസുന്ദരിയായ ആ ഉർവശിയെ തൻ്റെ തുടയിൽ നിന്നും സൃഷ്ടിച്ച് ഇവർക്ക് കൊടുത്തു. ഇനി ആ ഉർവശിയെയും കൊണ്ടാണ് ഇവര് സ്വർഗലോകത്തിലേക്ക് പോകുന്നത്. ഇവിടെ നാരായണനെ മോഹിപ്പിക്കുവാനായിട്ട് വന്ന കാമദേവൻ തുടങ്ങിയവര് അവരെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന നരനാരായണന്മാരെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന പരിചാരികമാരുടെ ആ ദാസിമാരുടെ സുഗന്ധമേറ്റ് മയങ്ങി വീണുപോയി എന്നാണ് പറയുന്നത്. പിന്നീട് ഇവിടെ നാരായണ മഹർഷി സർവസുന്ദരിമാരുടെയും സ്വർഗലോകത്തിലുള്ള സർവസുന്ദരിമാരുടെയും അഹങ്കാരം, സൗന്ദര്യമുണ്ട് എന്നുള്ള ആ അഹങ്കാരത്തെ അടക്കുന്ന അത്ര സൗന്ദര്യമുള്ള ഉർവശിയെ തൻ്റെ തുടയിൽ നിന്ന്, ഊരുവിൽ നിന്ന് സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഉർവശി എന്ന പേര് വന്നത്. ആ ഉർവശിയെ ഇവർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അവര് ലജ്ജയോടുകൂടി ആ ഉർവശിയെ സ്വീകരിച്ചു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.